വയനാട് ടൗൺഷിപ്പിന് സമീപം താമസിക്കുന്ന 8 കുടുംബങ്ങൾ അടിയന്തരമായി മാറി താമസിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കൽപ്പറ്റ വില്ലേജ് ഓഫീസ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട വലിയ മൺകൂനകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് നീക്കം. എന്നാൽ ആരോടും മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് സംഭവവുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ വിശദീകരണം. എങ്ങോട്ട് പോകണം എന്നറിയാതെ ആശങ്കയിലാണ് കുടുംബങ്ങൾ. ഞങ്ങൾ താമസിക്കുന്ന ഒരു 4 വീടുകളിൽ കൽപ്പറ്റ വില്ലേജ് ഓഫീസർ ഒരു നോട്ടീസ് കൊണ്ടുവന്നു കൊടുത്തു. അതിൽ പറയുന്നത് മഴ ശക്തമായതിൻ്റെ സാഹചര്യത്തിൽ ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ട മണ്ണുകൾ ഒലിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് വരുമെന്നും അതിന് ആ മണ്ണൊലിച്ച് വന്ന് ഞങ്ങളുടെ വീടുകൾക്ക് ഭീഷണിയുള്ളത് കൊണ്ട് ഞങ്ങൾ മാറി താമസിക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നുകിൽ ഞങ്ങൾ വല്ല കുടുംബ വീടുകൾ കണ്ടെത്തണം, അതല്ലെങ്കിൽ ഏതെങ്കിലും വാടക വീട് ഞങ്ങൾ കണ്ടെത്തി മാറി താമസിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട കൗൺസിലറെയും MLA-യും ജനപ്രതിനിധി നിലയ്ക്ക് ഇവരെയൊക്കെ വിളിച്ചന്വേഷിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ നോട്ടീസ് അങ്ങനെ കൊടുത്തതെന്ന്. ഇതിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഒന്ന് ഊരാരുങ്കളുടെ നമ്പറാണ്. ഊരാരുങ്കൾ എന്ന് പറഞ്ഞാൽ ഈ വർക്ക് എടുക്കുന്ന ഒരു കോൺട്രാക്ടർ ആണ്, അതല്ലാതെ ഒരു സർക്കാർ സംവിധാനമല്ലല്ലോ. ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അതിൽ തരേണ്ടതും നമ്മൾ ബന്ധപ്പെടേണ്ടതും ആരെയാണ്? ഒരു സർക്കാർ സംവിധാനത്തെ അല്ലേ. അതിൽ അങ്ങനെയല്ല വെച്ചിട്ടുള്ളത്. വീട് വെക്കുമ്പോഴൊക്കെ ഇവർക്ക് അറിയാം ഞങ്ങളെ വീട് ഇവിടെ ഉണ്ട്, താഴത്താണ്, ഞങ്ങൾ ഇത്ര 40 അടി താഴത്താണ് കിടക്കുന്നത് എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ നമുക്കൊരു സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടാണ് ഇവർ വീട് പണി തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ഈ ദുരന്തം വരില്ലായിരുന്നേ. ഫുള്ള് പ്ലാസ്റ്റിക് ഇട്ടിട്ട് വെറും ഒരു പ്ലാസ്റ്റിക് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന പ്ലാസ്റ്റിക് ഇട്ട് മൂടി ഇട്ടിട്ട് ആ വെള്ളത്തിന് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ച് ഇടാന്നേ ഉള്ളൂ. അതിപ്പോൾ പൊതിർന്ന് നിൽക്കാതെ കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഓരോ വീടടക്കം കൂട്ടി വരും. സത്യത്തിൽ ഇപ്പോൾ ഈ വീട് ഭീഷണിയാണ്, കെട്ടിയ വീട്. വിവരങ്ങളുമായി ലിൻഡോ ചേരുന്നുണ്ട്. ലിൻഡോ, ഇത് ഇപ്പോൾ അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞ് ആളുകൾ മാറി താമസിക്കണം എന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടതാണോ? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, കഴിഞ്ഞ 18-ാം തീയതിയാണ് വയനാട് ടൗൺഷിപ്പിന് സമീപം താമസിക്കുന്ന 8 കുടുംബങ്ങൾക്ക് അടിയന്തരമായി ഈ പ്രദേശത്തു നിന്നും മാറി താമസിക്കാൻ കൽപ്പറ്റ വില്ലേജ് ഓഫീസിൽ നിന്നും നോട്ടീസ് നൽകിയത്. നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഒരു അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാലാണ് ഇവരെ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി മാറി താമസിക്കാനാണ് വില്ലേജ് ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിലുള്ള ഒരു വലിയ വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറി താമസിക്കാനുള്ള ക്രമീകരണം ടൗൺഷിപ്പിന്റെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ULCCO അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ സബ്സ്റ്റേഷൻ നിർമ്മാണം നടത്തുന്ന KSUBO ആയിരിക്കും ഇതിന്റെ ക്രമീകരണം നടത്തുക എന്നാണ് ഈ നോട്ടീസിൽ പ്രധാനമായും പരാമർശിച്ചിട്ടുള്ളത്. ഈ പരാമർശത്തിന്റെ ഭാഗമായി ULCC അധികൃതരുടെയും KSEB അധികൃതരുടെയും നമ്പറുകളാണ് ഈ നോട്ടീസിൽ പ്രധാനമായും നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ വർഷങ്ങളായി തങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ടൗൺഷിപ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഈ എലിസ്റ്റൺ എസ്റ്റേറ്റിന് സമീപം വളരെ സമാധാനപരമായി ജീവിച്ച ആളുകളാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഞങ്ങളെ കൈയൊഴുന്നു? സർക്കാരാണ് ഞങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ മാറി താമസിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്നാൽ അത് നിർമ്മാണ കമ്പനിയുടെ തലയിലേക്ക് വെച്ച് ഒഴിയുകയാണ് സർക്കാർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഈ ജനങ്ങൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് ഈ കുടുംബങ്ങൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയായിട്ടുള്ള AP അനിൽകുമാറിനോട് ഈ ടൗൺഷിപ്പിന് സമീപമുള്ള ആളുകളെ മാറ്റി താമസിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ AP അനിൽകുമാർ പറഞ്ഞത് അത്തരത്തിൽ ഒരു ഈ ടൗൺഷിപ്പിൽ ആരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. അവിടെ മണ്ണ് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് തീരുമാനം എടുക്കുക എന്നാണ്. എന്നാൽ ഇതിലും ഈ ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും മന്ത്രി പറയുന്നതും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ വില്ലേജ് ഓഫീസിൽ നിന്നും 18-ാം തീയതി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈ അടിയന്തരമായി ഇവിടുന്ന് മാറണമെന്ന് നിർദ്ദേശിക്കുകയും എന്നാൽ അത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വൈരുദ്ധ്യം. എന്തായാലും ഈ മൺസൂൺ കാലം അവസാനമായിട്ട് കൂടിയും ഈ മണ്ണുകൾ മാറ്റാനുള്ള നടപടി ഇതുവരെയും ടൗൺഷിപ്പിൽ നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ കള്ളാടി മണ്ണിടിച്ചിലിൻ്റെ ബന്ധപ്പെട്ടിട്ട് കള്ളാടിയിലും ടൗൺഷിപ്പിലും നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇവിടെ സന്ദർശനം നടത്തിയെങ്കിലും ഇതുവരെയും മണ്ണ് മാറ്റാനുള്ള യാതൊരു നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല. ഹർഷൻ, ലിൻഡോയാണ് വിവരങ്ങൾ നൽകിയത്.